എന്തുകൊണ്ടാണ് നീ അവിശ്വാസിയായത്, എന്തിനാണ് അവിശ്വാസം തുറന്നു പറയുന്നത് എന്നുള്ളത്. ഞാനിത് തുറന്നു പറയാതെ ഉള്ളിൽ ഒതുക്കി പിടിച്ച ഒരുപാട് സമയമായി, ഒരുപാട് കാലമായി. എന്നാൽ അതേസമയം ഇത് ഞാൻ അവിശ്വാസിയാണ് എന്ന് മനസ്സിലാക്കുന്ന സമയം മുതൽ, ആ ഒരു മൊമെന്റ് മുതൽ എനിക്കെതിരുള്ള സംഗതികൾ പലയിടത്തു നിന്നും തുടങ്ങുന്നുണ്ട്. പലരും അവനോട് മിണ്ടേണ്ടതില്ല, കൂട്ടുകൂടേണ്ടതില്ല എന്ന് പറയാൻ, അവൻ താൻ തോന്നിത്തരത്തിന് വേണ്ടിയാണ് മതം ഉപേക്ഷിച്ചതെന്ന് പറയാൻ പലർക്കും ഒരു മടിയില്ല. പലരും പല രീതിയിൽ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒറ്റപ്പെടുത്തിക്കൊണ്ടും ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാനായിട്ട് എന്തിന് ഇത് മിണ്ടാതിരിക്കണം? എന്റെ ചെറുപ്പം മുതലേ എന്നെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പലതും എന്റെ അവിശ്വാസം കാരണം ഉണ്ടായതാണ് എന്ന നേരേശൻസ് വരെ ഉണ്ടായി. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെയും ഞാൻ മതവിശ്വാസി ആയിരുന്ന സമയത്ത് തന്നെ, എന്തിന് ഞാൻ ജനിച്ച സമയം മുതലേ എന്നെ വിടാതെ പിന്തുടരുന്ന ഇത്തരം പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അതിനുള്ള തീർപ്പുകളാണ് ഞാൻ മതവിശ്വാസി അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന ഒരു വിവരണത്തിലേക്ക് മറ്റുള്ളവരെ എത്തിക്കുന്നത് എന്നുള്ളതാണ് അവിടെയുള്ള ഒരു, അല്ലെങ്കിൽ അത് വിചിത്രമായി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് നരേഷൻസ് വരുന്നുണ്ട് എനിക്കെതിരെ. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഞാൻ അവിശ്വാസിയായത് എന്ന് ഈ സമൂഹത്തിനോട് തുറന്നു പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. അല്ലെങ്കിൽ ഇത് മിണ്ടാതിരിക്കുന്ന കാലം അത്രയും, ഞാൻ അവിശ്വാസിയാണ് എന്ന് അറിയുന്ന ആളുകൾ അത്രയും അവർ നോക്കിക്കാണുന്ന കണ്ണ് മറ്റൊന്നായിരിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ അങ്ങനെയല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്.